നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധമുണ്ടെന്ന് പ്രവാസി വ്യവസായി ആരോപിച്ച തമിഴ്നാട്ടിലെ ഡി മണി ആ വ്യക്തിയെ പ്രത്യേക സംഘം ഇന്ന് ചോദ്യം ചെയ്യും. ഡി മണി എന്ന് വ്യവസായി വെളിപ്പെടുത്തിയത് ഡിണ്ടിഗൽ സ്വദേശി ബാലമുരുകനെയാണ് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. കേരളത്തിൽ നിന്നുള്ള പഞ്ചലോക വിഗ്രഹങ്ങൾ അടക്കം അന്താരാഷ്ട്ര മാഫിയയുമായി ബന്ധമുള്ള സംഘം കടത്തിയെന്നാണ് വ്യവസായി നൽകിയ മൊഴി. ഇതിലെ സത്യാവസ്ഥ എന്താണ്, അത് വ്യക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡി മണി എന്ന് ചോദ്യം ചെയ്യുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹൈക്കോടതിയിലെ ഹർജിയിൽ കോടതി സർക്കാരിന് നിലപാട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് സർക്കാരിന്റെ നിലപാടെന്നതും ഉടനെ തന്നെ അറിയാൻ സാധിക്കും. ഇതിനുള്ള മറുപടി തയ്യാറാക്കാനുള്ള നീക്കങ്ങൾ പ്രത്യേക സംഘം തുടങ്ങിക്കഴിഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പങ്കുണ്ടെന്ന് പ്രവാസി വ്യവസായി ആരോപിച്ച ഡി മണിയെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത് കേസിൽ നിർണായകമായിരുന്നു. തമിഴ്നാട് ഡിണ്ടിഗൽ സ്വദേശി ബാലമുരുകനാണ് ഡി മണി എന്നാണ് SITയുടെ കണ്ടെത്തൽ. ഇയാളെയാണ് ചോദ്യം ചെയ്യുന്നത്. മാത്രമല്ല, ഇടനിലക്കാരനായ വിരുദനഗർ സ്വദേശി ശ്രീകൃഷ്ണനെയും അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിരുന്നു. അതേസമയം ഈ പ്രവാസിയുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നടുക്കുന്ന വിവരങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡി മണിയും സംഘത്തെയും പരിചയപ്പെടുത്തിയത് ജയലളിതയുമായി ബന്ധമുള്ളവരാണെന്നും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കടത്താൻ പണവുമായി ഇപ്പോഴും സംഘം കറങ്ങുന്നുവെന്നും വ്യവസായിയുടെ മൊഴി. രാജ്യാന്തര വിഗ്രഹക്കടത്ത് സംഘത്തിന് ശബരിമലയിലെ വസ്തുക്കൾ പോറ്റിയിടനിൽ നിന്ന് വിറ്റെന്നായിരുന്നു പ്രവാസി വ്യവസായിയുടെ മൊഴി. 2019-2020 കാലത്ത് ഡി മണി എന്നയാൾക്ക് വിഗ്രഹങ്ങൾ വിറ്റെന്നായിരുന്നു പ്രവാസി SITക്ക് മൊഴി നൽകിയത്. ഡി മണി യഥാർത്ഥ പേരല്ലെന്ന് അന്വേഷണ സംഘം ആദ്യമേ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇയാളെ കണ്ടെത്താനും മൊഴിയിൽ വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കാനുമായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ശ്രമം. ഇതിന്റെ ഭാഗമായി SIT സംഘം കർണാടകത്തിലെ ബെല്ലാരിയിലെത്തി. കേസിൽ അറസ്റ്റിലായ ബെല്ലാരി സ്വദേശി ഗോവർദ്ധന്റെ റൊഡം ജ്വല്ലറിയിൽ പരിശോധന നടത്തി. 5 അംഗ സംഘമായിരുന്നു റൊഡം ജ്വല്ലറിയിൽ പരിശോധന നടത്തിയത്. 2ാം തവണയായിരുന്നു സ്വർണ്ണ കവർച്ച അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ബെല്ലാരിയിലെത്തുന്നത്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പ് നടത്താൻ തിരിച്ച സംഘം ബെല്ലാരിയിലെത്തുകയും ഗോവർദ്ധനെ ചോദ്യം ചെയ്യുകയും ജുവലറിയിൽ നിന്ന് 474 ഗ്രാം സ്വർണം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. പിടിച്ചെടുത്ത സ്വർണം താൻ പണം നൽകി വാങ്ങിയതാണെന്നും SIT പീഡിപ്പിക്കുകയാണെന്നും അറസ്റ്റിലായ ഗോവർദ്ധൻ ആരോപിച്ചു. അതിനിടയിലാണ് ബെല്ലാരിയിലേക്ക് വീണ്ടും പരിശോധനയ്ക്കായി അന്വേഷണ സംഘം എത്തിയതെന്നും ശ്രദ്ധേയം. എന്തായാലും യഥാർത്ഥ സ്വർണ്ണപ്പാളി എവിടെ? ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുന്നു. അത് കണ്ടെത്തുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ തന്ത്രപ്രധാനമായ ലക്ഷ്യം. എന്തായാലും നിർണായകമായ കേസ്. അതിൽ നിന്ന് ഡി മണിയെ ഇന്ന് കൂടുതൽ ചോദ്യം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾ കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി AICC മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതടക്കമുള്ള വിവരങ്ങൾ അന്വേഷിക്കണമെന്ന ആവശ്യവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രിക്കൊപ്പം പോറ്റി നിൽക്കുന്നതായി അടൂർ പ്രകാശ് കാട്ടിയ ചിത്രം AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും അതിന്റെ വസ്തുതകൾ പുറത്തുവരുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.